പോകുമ്പോൾ വലിയ ദുആയൊക്കെ പറഞ്ഞാൽ ചെയ്യാനും പഠിക്കാനും ഒക്കെ വലിയ പാട്. ഇതിപ്പോൾ അറിയാത്ത ആരാ ഉള്ളത്? ഖുൽഹു വല്ലാഹു അതറിയാത്ത ആരാ ഉള്ളത്? ഇനി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഖുൽഹു വല്ലാഹു ഇത് പഠിക്കാനല്ല പോകണോ, നേരെ പൊന്നാനി പോകണം. ഖുൽഹു വല്ലാഹു അഹദ് ഒരു മുസ്ലിമിന് ഓതാൻ ഇതിനകത്ത് അറിയില്ലെങ്കിൽ അവൻ പിന്നെ ഇനി ഖുൽഹു വല്ലാഹു ഇത് പഠിക്കാനല്ല പോകണം, പിന്നെ അവൻ നേരെ പൊന്നാനിയിലാണ് പോകുന്നത്. അതറിയാത്ത ഒരാൾ പിന്നെ മുസ്ലിം ആവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനവൻ മരിച്ചു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ വെറുതെയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഹബീബായ നബിക്കെതിരെ എതിരാളികൾ മുഴുവനും ഒന്നിച്ചു വന്ന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഹബീബായ നബിയുടെ നേരം മജൂസികളും നസ്രാനികളും കുഫാറുകളും അടക്കം വലിയൊരു പടയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് യുദ്ധത്തിനിറങ്ങുമ്പോ മജൂസി പട്ടാളം, ആനപ്പട്ടാളം പാഞ്ഞു വരികയാ. അതേവരെ കരയിലെ ഏറ്റവും വലിയ വാഹനം ഒട്ടകമാണെന്ന് കരുതിയ അറബികളുടെ മുമ്പിലേക്ക്, പട്ടിണി പാവങ്ങളായ സഹാബത്തിന്റെ മുമ്പിലേക്ക് മസ്തകം കുലുക്കിക്കൊണ്ട് ഗജവാരന്മാര് പാഞ്ഞു വന്നപ്പോ പാവപ്പെട്ട സഹാബത്ത് പേടിച്ചു പോയി. അവര് പേടിച്ചരണ്ടി ചിന്ന ഭിന്നമായി ഓടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് യാ റസൂലല്ലാഹ്, ആനപ്പട്ടാളം ഇറങ്ങി നബിയേ, ഈ പൊട്ടിയ വാളും ഈ ചാവാറായ ഒട്ടകങ്ങളുമായി ഞങ്ങൾ അവരോടങ്ങനെ പിടിച്ചു നിൽക്കും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്താണ് ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നത്. ആനപ്പടയെ കണ്ട് പേടിച്ച രണ്ട് സഹാബത്തിനോട് ജിബ്രീൽ ആയത്തിറക്കി കൊടുത്തു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹു ഫീ തളീൽ وارسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഓ നബിയേ, ആരെ കണ്ടിട്ട് പേടിക്കുന്നത് എന്ത് നബിയേ? ആരുമില്ലാത്ത സമയത്ത് കൈബാറിയത്തെ തകർക്കാമെന്ന് അപരഹത്തിന്റെ ആനപ്പെട് വെട്ടുകിളികളുടെ ചുണ്ടിലിരിക്കുന്ന ചരൽക്കല്ല് കൊണ്ട് തകർത്തെറിഞ്ഞത് ഞാനല്ല നബിയേ. ആനപ്പട്ടാളം വെട്ടുകിളിയുടെ മുമ്പിൽ പരാജയപ്പെട്ടിട്ട് ഓടിയപ്പോ മക്കയിലെ കുട്ടികൾ ആനപ്പട്ടാളത്തെ കളിയാക്കിയത് ഓർമ്മയില്ല നബിയേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബൂ والأرنم المغلوب ليس الغالب. അടയ്ക്കാ കുരുവികൾ വന്ന് കല്ലെറിഞ്ഞപ്പോ ഭീമാകാരമായ ആനപ്പട്ടാളം മക്കയിലൂടെ ചെതറിയോടുന്നത് കണ്ടപ്പോ അന്നത്തെ തെരുവ് കുട്ടികൾ ആനപ്പട്ടാളക്കാരെ നോക്കിയിട്ട് കളിയാക്കി പാടിയ പാരടിപ്പാട്ടാണിത്. ഐനല്ലിലാഹു വല്ലിലാഹു താരിബൂ വല്ലറനമുൽ മഗ്ലൂബ് ലൈസൽ ഗാലിബ്. മുറിമൂക്കൻ രാജാവ് തോറ്റോടിയല്ലോ. അർണമെന്ന് പറഞ്ഞാൽ മുറിമൂക്കൻ, മുറിമൂക്കൻ രാജാവ് ഓടിപ്പോകുന്നല്ലോ എന്ന് പാടുന്ന രീതിയിൽ അവരെ തകർത്തില്ല നബിയെ. എന്തിനാണെന്ന് വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഹബീബായ നബിക്ക് സന്തോഷമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തോടിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കൂടെ 70,000 മലക്കുകൾ വന്നിട്ടുണ്ട് നബിയെ. ജിബ്രീലേ, തബൂക്കിൽ ഞങ്ങളെ സഹായിക്കാനോ? അല്ല യാ റസൂലല്ലാഹ്, എന്റെ കൂടെ 70,000 മലക്കുകൾ വന്നത് മക്കയിൽ മാത്ത മുആവിയത്ത് ബിൻ മുആവിയ, മുആവിയത്ത് ബിൻ മുആവിയ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനായ സഹാബി മക്കയിൽ വഫാത്തായി നബിയെ. ആ സഹാബിയുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനാണ് 70,000 മലക്കുകൾ എന്റെ കൂടെ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ മുത്തുനബിയെ, മക്കയിൽ മരിച്ച മുആവിയുടെ മയ്യത്ത് തബൂക്കിൽ നിന്നുണ്ട്, അങ്ങേക്ക് നിസ്കരിക്കണോ നബിയെ? വേണം ജിബ്രീൽ. സഹാബത്ത് ഒളിയെടുത്തിട്ട് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറക് കൊണ്ട് ഭൂമിയിൽ നടിച്ചപ്പോ മുആവിയുടെ മയ്യത്ത് മക്കയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഭൂമി മുഴുവനെ സമതലമായി. അവിടെ നിന്നുകൊണ്ട് മക്കയിൽ കിടക്കുന്ന മുആവിയത്ത് ബിൻ മുആവിയ എന്ന സഹാബിയുടെ മയ്യത്ത് നേരിട്ട് കണ്ട്
ഹബീബായ നബി തങ്ങളെ സഹാബത്തും മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. നബിയേ, ഇനി 70,000 മലക്കുകളുമായി ഞാൻ പോവുകയാണ്. എവിടേക്ക്? ജിബ്രീൽ. മുആവിയത്ത് ബിൻ മുആവിയുടെ മയ്യത്ത് നിസ്കാരത്തില് പങ്കെടുക്കാൻ തിരുദൂതരെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മുആവിയ, മരിക്കുന്ന നേരത്തെ 70,000 മലക്കുകളെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ മുആവിയത്ത് ബിൻ മുആവിയ ലിമനാല ഹാദിഹി ഫളീല, ഈ ഒരു പദവി മുആവിയത്ത് ബിൻ മുആവിയക്ക് കിട്ടാനുള്ള കാരണം എന്ത് നബിയേ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വകാന യുക്ഫിറു ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ്. ആ ചെറുപ്പക്കാരൻ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം കൂടുതലായി ചെയ്തിരുന്നു. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് കേൾക്കാനെത്തിയ ഓരോ ആണിനോടും പെണ്ണിനോടും ഇന്നു മുതൽ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇന്നു മുതൽ ആരിതോതുന്നുവോ ഓരോ ഹർഫിന്റെ പ്രതിഫലത്തിന്റെ ഓഹരി വിനീതനം കിട്ടും. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുന്ന നേരം എന്നാണ് മരണമെന്നറിയില്ലല്ലോ, എപ്പോഴാണ് മരണദൂതൻ വരുന്നതെന്നും അറിയില്ലല്ലോ. ആകസ്മികതകളുടെ കേവലം യാദൃശ്ചികതകളുടെ നടുവിലൂടെ ജീവിച്ചു പോകുമ്പോ ഒരു നാൾ അസ്രായീൽ തേടിയെത്തുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവനവന്റെ വീടിന്റെ മുമ്പിൽ കിടത്തുമ്പോ കരയാൻ സ്വന്തം മക്കൾ മറന്നുപോയാലും, കരയാൻ സ്വന്തം കൂടപ്പിറപ്പുകൾ മറന്നുപോയാലും, മറക്കാതെ എത്തുന്ന 70,000 മലക്കുകളുണ്ട്. അവര് നമ്മുടെ പുറകിലെ കൈകെട്ടിയിട്ട് പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. അല്ലാഹുവേ, നീ അവന് പുറത്തു കൊടുക്കണേ അല്ലാ. ആരാണ് ദുആ ചെയ്യുന്നത്? യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. രാപ്പകലുകൾ ഒരു തെറ്റും ചെയ്യാതെ പടച്ച റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്ന 70,000 മലക്കുകളെ അവനവന്റെ മയ്യത്തിന്റെ പുറകിൽ നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുക്സിറു തിലാവത്തുൽ ഖുർആൻ, പരമാവധി ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. അതിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹു നമ്മുടെ സദസ്സുകളെ സ്വീകരിക്കട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحم الرحيമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികൾ